കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് SFIയുടെ മാർച്ച് നടക്കുകയാണ്. ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗമുണ്ട്. സെനറ്റ് നടന്നുകൊണ്ടിരിക്കെ വലിയ പ്രതിഷേധം സെനറ്റിനുള്ളിൽ ഉണ്ടായിരുന്നു. ഗവേഷക വിദ്യാർത്ഥിക്കെതിരെ ജാതി വിവേചനം നടത്തിയ ജാതി അധിക്ഷേപം നടത്തിയ വിജയകുമാരിക്കെതിരെ വലിയ പ്രതിഷേധം ഇന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സെനറ്റ് ഹാളിൽ നടത്തിയിരുന്നു. അവിടെ വിജയകുമാരിയെ ന്യായീകരിച്ചു. BJP അംഗം വന്നു. BJP അംഗത്തിന്റെ പരാമർശവും ഒരു തരത്തിലും വെച്ചുപൊറിപ്പിക്കാൻ പറ്റാത്ത പരാമർശം തന്നെയാണ്. അദ്ദേഹവും നടത്തിയത് ജാതി അധിക്ഷേപം തന്നെയാണ്. അതിനെതിരെ കൂടിയാണ് SFI ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്. ഷീജ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഷീജ, SFIയുടെ പ്രതിഷേധം അത് ന്യായമായ പ്രതിഷേധമാണ്. ജാതി അധിക്ഷേപത്തെ മറ്റൊരു ജാതി അധിക്ഷേപം കൊണ്ട് മറയ്ക്കാനാണ്, അല്ലെങ്കിൽ വിജയകുമാരിയെ ആ രീതിയിൽ സംരക്ഷിക്കാനാണ് BJP അംഗം ശ്രമിക്കുന്നത്. തീർച്ചയായും മനസ്സായതായാലും SFI പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച്, ഈ ജാതി വിവേചനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധ മാർച്ച്, അത് തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തിയത്. ആ മാർച്ച് പോലീസ് തടഞ്ഞു. പക്ഷേ SFI പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി ബാരിക്കേഡിന് മുകളിലൂടെ സർവകലാശാലയ്ക്കകത്തേക്ക് കടക്കുകയായിരുന്നു. ഇപ്പോൾ നിരവധി പ്രവർത്തകരാണ് സർവകലാശാലയ്ക്കുള്ളിലേക്ക് കടന്നിട്ടുള്ളത്. ഉള്ളിലെത്തിയവർ സർവകലാശാല കെട്ടിടത്തിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് തടഞ്ഞു. ഇപ്പോൾ പോലീസ് തടഞ്ഞെടുത്ത്, അതായത് സർവകലാശാലയ്ക്കുള്ളിൽ സർവകലാശാലയുടെ കെട്ടിടത്തിനുള്ളിലേക്ക് കയറാനുള്ള പ്രതിഷേധം, അതിന്റെ ഭാഗമായി ഇപ്പോൾ അതിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് SFI പ്രവർത്തകർ. ഈ പ്രതിഷേധം ഇവിടെ അകത്തുന്ന അതേ സമയത്ത് തന്നെ ഇതിന്റെ കവാടത്തിൽ ഉള്ള പ്രതിഷേധവും അവിടെയും ഒരു വിഭാഗം SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. ജലപീരങ്കി പോലീസ് ഇതിനകം തന്നെ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. പക്ഷേ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം. അതും ഇത്തരത്തിൽ ഒരു ജാതി അധിക്ഷേപം, ജാതി വിവേചനം കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നു. ഒരു ഡീനിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ഇത്തരത്തിലൊരു ജാതി അധിക്ഷേപം, അതിൽ ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ CC അടക്കം തയ്യാറാകാത്തൊരു സാഹചര്യം, അതിൽ ായി തന്നെയാണ് ഇന്നിപ്പോൾ SFI പ്രവർത്തകർ ഇവിടേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. ആ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ചിന് നേരെയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. 3 റൗണ്ടായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സർവകലാശാല ഗേറ്റിൽ നിന്നും ഉള്ളിലേക്ക് കടന്നവർ ഇവിടെ അകത്തെത്തി പടിക്കെട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ SFIയുടേത് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഒരു തരത്തിലും ഈ ഡീനിനെ സംരക്ഷിക്കുന്ന നടപടി, അല്ലെങ്കിൽ ഡീനിനെ സംരക്ഷിക്കുന്ന നിലപാട് എന്നുള്ള മ്യൂസിക്കെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ്. ഈ പ്രതിഷേധത്തിൽ നിന്നും ഡീനിനെതിരെ നടപടിയെടുക്കുന്നതുവരെ അതിശക്തമായ പ്രതിഷേധം തുടരാൻ തന്നെയാണ് SFI പ്രവർത്തകരുടെയും തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ചിൽ ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ആ മാർച്ചിൽ ഒരു വിഭാഗം പ്രവർത്തകരാണ് ഇപ്പോൾ സർവകലാശാലയ്ക്കുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതും ഒരു വിഭാഗം പ്രവർത്തകർ സർവകലാശാല കവാടത്തിൽ പ്രതിഷേധിക്കുന്നതും. ഏതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് SFI പ്രവർത്തകരുടേത് തുടരുന്നത്. ഗവേഷക വിദ്യാർത്ഥിയായ വിപിനെ അധിക്ഷേപിച്ച സംഭവം മുതൽ തന്നെ SFI വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രഖ്യാപിച്ചതാണ്. ഡീനിനെതിരെ, വിജയകുമാരിക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടതാണ് SFI. പക്ഷേ ഇപ്പോഴും ഒരു തരത്തിലുള്ള അവരുടെ ആവശ്യം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ പോലും വിജയകുമാരിക്കെതിരെ യാതൊരുവിധ നടപടിയും എടുക്കാൻ സർവകലാശാല അധികൃതർ തയ്യാറായിട്ടില്ല. VC മോഹനൻ കുന്നുമ്മൽ തയ്യാറായിട്ടില്ല. ഇന്ന് സെനറ്റ് യോഗമുണ്ടായിരുന്നു. സെനറ്റ് യോഗത്തിലും വലിയ പ്രതിഷേധമാണ് ഡീനിന്റെ നിലപാടിനെതിരെ, വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായ ജാതി അധിക്ഷേപത്തിനെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വീകരിച്ചതും. തീർച്ചയായും ഈ സർവകലാശാലയ്ക്കുള്ളിൽ ഇപ്പോഴും സെനറ്റ് യോഗം പുരോഗമിക്കുകയാണ്. ഒരു ഭാഗത്ത് അവിടെ സെനറ്റ് യോഗത്തിൽ അതിശക്തമായ പ്രതിഷേധം ഇടത് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ ഉയർത്തുന്നു. അതും ഇതേ വിഷയത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ആരോപണ വിധേയായിട്ടുള്ള ഈ വിജയകുമാരി തന്നെ ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ വിജയകുമാരിയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ഒരു പ്രതിഷേധം സർവകലാശാലയ്ക്കകത്ത് നടക്കുന്ന സെനറ്റ് ഹാളിൽ ആ ഒരു പ്രതിഷേധം തുടരുന്നത്. സെനറ്റ് യോഗം ഇപ്പോഴും പുരോഗമിക്കുന്നു.
ഇപ്പോഴും അതേ രീതിയിലുള്ള പ്രതിഷേധം സെനറ്റ് ഹാളിൽ തുടർന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ SFI പ്രവർത്തകർ കൂടി ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ശക്തമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയിരിക്കുന്നത്. ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് ആയി പ്രതിഷേധവുമായി എത്തിയ SFI പ്രവർത്തകരാണ് ഇപ്പോൾ സർവകലാശാല ക്യാമ്പസിന് ആസ്ഥാനത്തിനകത്ത് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് കയറുന്ന ഭാഗത്ത് ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. അതുതന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ പടിക്കെട്ടിൽ കുത്തിയിരുന്ന് നിരവധി പ്രവർത്തകർ, ആദ്യം കുറച്ച് പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്, മറ്റ് പ്രവർത്തകർ കൂടുതലായി SFI പ്രവർത്തകർ ഇവിടെ എത്തി ആ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത് തന്നെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും വിജയകുമാരിക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി, ജാതി വിവേചനത്തിൽ നടപടി ഉറപ്പാക്കണം എന്നുള്ളത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ VC ഒരു തരത്തിലും ഇതിന് കൂട്ടാക്കാത്ത ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനെതിരെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു SFIയുടെ പ്രതിഷേധ മാർച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് SFIയുടേത് കേരള സർവകലാശാലയിൽ തുടരുന്നത്. ഈ പ്രതിഷേധങ്ങൾ അത് SFIയുടെ ഭാഗത്തു നിന്നായാലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം വിജയകുമാരിക്കെതിരെ ഉണ്ടാകുമ്പോൾ വിജയകുമാരിയെ ന്യായീകരിച്ച് അവിടെ BJP അംഗം സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പുന്നത് ദളിതനാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. അതും ജാതി അധിക്ഷേപം തന്നെയാണ്, ഒരിക്കലും വെച്ചു പൊറിപ്പിക്കാൻ പറ്റാത്ത ആ രീതിയിൽ ന്യായീകരിച്ചാൽ ഇത് ഇല്ലാതാകുകയുമില്ല. തീർച്ചയായും അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. നിലവിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് സെനറ്റ് യോഗത്തിൽ പ്രതിഷേധിച്ച അംഗങ്ങൾ പ്രതിഷേധവുമായി പുറത്തേക്ക് നടന്നു വരുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് അവർ സെനറ്റ് യോഗത്തിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇടത് സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളാണ് ഈ പ്രതിഷേധവുമായി എത്തുന്നത്. ഈ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്ന അതേ ഇടത്തേക്ക് തന്നെയാണ് ഈ പ്രതിഷേധവും എത്തുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ അതായത് വിജയകുമാരിക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം. വിജയകുമാരിയെ സംരക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള നിലപാടും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള പ്രതിഷേധം. ആ ഒരു പ്രതിഷേധത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ കേരള സർവകലാശാല സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. സെനറ്റ് യോഗത്തിൽ കൃത്യമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു അതിന്റെ ഒരു പ്രതിഷേധ പ്രകടനവുമായി തന്നെയാണ് അവർ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം തുടരും, ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള കാര്യം തന്നെയാണ് സെനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. സെനറ്റ് കൃത്യമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയവരാണ് ഇപ്പോൾ സെനറ്റ് യോഗത്തിന് പുറത്തേക്ക് സെനറ്റ് യോഗത്തിൽ നിന്നും പുറത്തിറങ്ങി ഇവിടെ ഈ സർവകലാശാല കോമ്പൗണ്ടിൽ തന്നെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രതിഷേധം അതായത് സെനറ്റ് യോഗത്തിലെ പ്രതിഷേധം അതും വിജയകുമാരിക്കെതിരെ ഡീനെതിരായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് SFI പ്രവർത്തകരുടെ പ്രതിഷേധവും അതേ ആവശ്യം തന്നെയാണ്. ഡീനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം, VC തയ്യാറാകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് SFI പ്രവർത്തകരും മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് തന്നെയാണ് ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനം വേദിയാകുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏതെങ്കിലും തരത്തിൽ VC ഇന്ന് സെനറ്റ് യോഗത്തിലുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഇവർ ഉന്നയിക്കുന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിക്കുന്നതായാലും വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ ഉന്നയിക്കുന്ന കാര്യമായാലും ചർച്ചയ്ക്കെടുക്കാമെന്നെങ്കിലും ഒരു വാക്ക് VCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ ഷീജ? വലിയ പ്രതിഷേധ ഭൂമിയാകുകയാണ് കേരള സർവകലാശാല. ഷീജ തുടരൂ. വലിയ പ്രതിഷേധങ്ങൾക്കാണ് കേരള സർവകലാശാല ആസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സെനറ്റ് ഹാളിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങി വന്ന സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. വിദ്യാർത്ഥികൾ അവിടെ മറ്റ് കവാടത്തിൽ, സർവകലാശാലയിലേക്ക് കയറുന്ന കവാടത്തിൽ വിദ്യാർത്ഥികൾ ബാനർ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുകയാണ്. ഗവേഷക വിദ്യാർത്ഥിക്കെതിരെ ഡീൻ വിജയകുമാരി നടത്തിയ ജാതി അധിക്ഷേപത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരു കൂട്ടരുടെയും പ്രതിഷേധം എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒരേ വിഷയത്തിൽ രണ്ടു കൂട്ടർ അവിടെ
പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. കേരള സർവകലാശാല വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക്, ഒരുപക്ഷേ കേരള സർവകലാശാല ഇതേവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സെനറ്റ് ഹാളിൽ നിന്നാണ് പ്രതിഷേധം ഉയർത്തി പ്ലക്കാർഡുകൾ ഏന്തി സർവകലാശാലയ്ക്ക് മുൻപിൽ വന്നു നിന്ന പ്രതിഷേധം ഉയർത്തുന്നത്, മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് അതിന് തൊട്ടുപിറകിലായി തന്നെ വിദ്യാർത്ഥികൾ, SFI പ്രവർത്തകർ ഡീനിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും ഡീനിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് VC യോട് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് പ്രതിഷേധ മാർച്ച് SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.